എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവാംശം നിലനിർത്താനുള്ള സജ്ജീകരണങ്ങൾ ഇന്നുണ്ടല്ലോ. മാത്രമല്ല ആ ഡോക്ടർക്ക് ഞങ്ങൾ ഞങ്ങളുടെ സമ്മതപത്രവും നൽകിയിരുന്നു. അപ്പൊ പിന്നെ ആന്റിക്കും അത് സൗകര്യമായി. പിന്നെ ആവശ്യം പോലെ കാശുണ്ടല്ലോ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മ. ഇതറിഞ്ഞിട്ട് സൂര്യ ഒന്നും പറഞ്ഞില്ലേ? അത് പിന്നെ പറയാതിരിക്കും അമ്മേ. മാത്രമല്ല മാനസയുടെ ജീവിതം പോയില്ലേ? പോയത് മാനസയുടെ ജീവിതമല്ല, നിന്റെ ജീവിതം. ഞാൻ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ചെയ്തോട്ടോ നീ പറയുന്നത്. നീ വേണേ കുറിച്ചിട്ടോ. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. നാളെ മനസ്സിനൊരു ബാധ്യത. നീ നോക്കിയോ? സേതുട്ട ഇല്ല, മാനസയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് നിന്റെ വിശ്വാസം. സംഭവിക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. നോക്കിയോ? ഇതെല്ലാവരും കാത്തിരുന്നോ? എനിക്കത് ശരിയാവും തോന്നില്ല മോളെ. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. മാനസ തീരുമാനിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മായിച്ചി. പക്ഷെ അവൾ ഉറച്ചൊരു തീരുമാനം എടുക്കില്ല. അതെന്താ? അവളുടെ അച്ഛനമ്മമാര് ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാ അവൾ ഇതിനെ കാണുന്നത്. ഈ വിവരം പറയാനായിട്ടമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇത് നല്ലതിനാണോ അതോ പൊല്ലാപ്പിനാണോ? എനിക്ക് പേടിയൊന്നും മായച്ചി. എന്തിനാണെങ്കിലും ഇതും എനിക്ക് തരണം ചെയ്തേ പറ്റൂ മായച്ചി.